നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോപ്പ അമേരിക്കയിൽ സെമി കാണാതെ ബ്രസീൽ പുറത്ത്. ഉറുഗ്വേയുടെ ജയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. യൂറോ കപ്പിൽ നെതർലൻഡും ഇംഗ്ലണ്ടും സെമിയിൽ. നെതർലൻഡ് തുർക്കിയെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. ഷൂട്ടൌട്ടിൽ ജയിച്ചു കയറി ഇംഗ്ലണ്ട്. കൂടോത്ര വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ വൈകാതെ അന്വേഷണം. കേരള കോൺഗ്രസ് നേതാവ് നൽകിയ പരാതി വിശദമായി പരിശോധിച്ച ശേഷം എഫ്ഐആർ. തുടർ നടപടിക്ക് നിയമോപദേശം തേടും. കോഴിക്കോട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ ഇന്നും സമരം തുടരും. പ്രതിഷേധം കണക്കിലെടുത്ത് കെഎസ്ഇബി ഓഫീസ് പോലീസ് കാവലിൽ. അറസ്റ്റിലായ അജ്മലും സഹോദരനും റിമാൻഡിൽ. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ സിപിഎമ്മിൽ ചേർത്തതിൽ വിവാദം കൊഴുക്കുന്നു. ബിജെപിയിലായിരുന്നപ്പോഴാണ് ശരൺ ചന്ദ്രൻ പ്രതിയായതെന്ന് സിപിഎം. വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവരുടെ പ്രതികരണം ഇന്നുണ്ടായേക്കും. സിപിഎം എറണാകുളം സംഘടനാ റിപ്പോർട്ടിംഗ് ഇന്ന്. PB അംഗം A. വിജയരാഘവൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന് ജില്ലാ കമ്മിറ്റി. പാർട്ടി വോട്ടുകൾ പോലും കൃത്യമായി ലഭിച്ചില്ലെന്നും വിലയിരുത്തൽ. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 2 സൈനികർക്ക് വീരമൃത്യു. 5 ഹിസ്ബുൾ ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുൾ സീനിയർ കമാൻഡർ. വിശദമായ വാർത്തയിലേക്ക്. KPCC അധ്യക്ഷൻ K. സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വൈകാതെ അന്വേഷണം തുടങ്ങും. കേരള കോൺഗ്രസ് നേതാവ് നൽകിയ പരാതി വിശദമായി പരിശോധിച്ച ശേഷമാകും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക. കൂടോത്രം കണ്ടെടുത്തത് കണ്ണൂരിലായതിനാൽ തുടരന്വേഷണം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമാകും തീരുമാനമെടുക്കുക. K. സുധാകരന്റെ വസതിയിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ വാർത്ത ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടത്. വിഷയത്തിൽ പിന്നാലെ കൂടുതൽ പേരുടെ പ്രതികരണങ്ങളും ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കൂടോത്രത്തിന് പിന്നിലെന്ന സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹന്റെ വെളിപ്പെടുത്തലും ശ്രദ്ധേയമാണ്. ഡാൻ കുര്യൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, വലിയ ചർച്ചയായിരിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിൽ കൂടോത്രം. ഇപ്പോൾ ഏത് രീതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? നിയമോപദേശം തേടും പോലീസ് എന്നറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് ഈ കേസിൽ കൂടോത്രം ക്രിമിനൽ കുറ്റം ആണ് എന്ന് എങ്ങും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം എന്നൊരു അനിശ്ചിതത്വം പോലീസിന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും വിദഗ്ധരുമായി കൂടിയാലോചിക്കുക. നിയമോപദേശം തേടുന്നതിന് പുറമെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ കേസിൽ അന്വേഷണം ആരംഭിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം മൗനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് നേതാവ് ഹഫീസ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബിന് പരാതി കൈമാറിയത്. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാറിന് കൈമാറുകയായിരുന്നു. ഒരുപക്ഷെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഇതിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായ നടപടികളിലേക്ക് തന്നെ പോലീസ് കടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അത്തരമൊരു നീക്കം വരും മണിക്കൂറുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് സൂചന. എന്തായാലും വിപിൻ മോഹനും KPCC നേതൃത്വത്തിനും ഹൈക്കമാൻഡ് നേതൃത്വത്തിനും പരാതി നൽകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് സംസ്ഥാന കോൺഗ്രസിൽ ഏത് തരത്തിലുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും BJPയും അതോടൊപ്പം തന്നെ ഇടത് കേന്ദ്രങ്ങളും വ്യാപകമായ വിമർശനവുമായി കൂടോത്ര വിഷയത്തിൽ കോൺഗ്രസിനെ ഗ്രൂപ്പ് പോരാണ് ഇതിലേക്ക് നയിച്ചതെന്ന വിമർശനവുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. സ്വാഭാവികമായി ഇന്ന് ഉൾപ്പെടെ കൂടുതൽ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത ഏറുകയാണ്. അശ്വതി, ഡാൻ, ഒരു കാര്യം കൂടി, നമ്മൾ പുറത്തുവിട്ട ആ ദൃശ്യങ്ങളിൽ തന്നെ സുധാകരന്റെയും ഉണ്ണിത്താന്റെയും ശബ്ദമടക്കമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്നും നമ്മൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഡാൻ? അല്പസമയത്തിനകം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ A. റഹീം
അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് തന്നെ ഈ കൂടോത്ര വിഷയത്തിൽ വിവാദത്തിൽ പ്രതികരിക്കാനാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിയമസഭാ സമ്മേളനം ഈ ആഴ്ച കൂടിയുണ്ട്. 11-ാം തീയതി വരെ സഭാ സമ്മേളനമുണ്ട്. സ്വാഭാവികമായി സഭയിൽ അത് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആയുധമായി ഇടത് കേന്ദ്രങ്ങൾ കൃത്യമായി ഈ രാഷ്ട്രീയ ആയുധം ഈ പ്രഹരിക്കാൻ കിട്ടിയ വടി അത് ശക്തമായി തന്നെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റത്തിലൂടെ അത് വലിയ ഒരു ആത്മവിശ്വാസം വീണ്ടെടുത്തിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഈ കൂടോത്ര വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ളത് ആരാണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. മറുവിഭാഗം ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നാൽ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന പൊട്ടിത്തെറി അത് ചെറുതായിരിക്കില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയായി മാറുമെന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും പാർട്ടിയുടെ ദേശീയ നേതൃത്വം അടക്കം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അശ്വതി. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂടോത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അന്വേഷണം അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ ഇന്നും സമരം തുടരാൻ വീട്ടുടമസ്ഥർ. പ്രതിഷേധം കണക്കിലെടുത്ത് KSEB ഓഫീസിന് കാവൽ തുടരുകയാണ്. അറസ്റ്റിലായ അജ്മലും സഹോദരനും റിമാൻഡിലാണ്. ഒരു കാരണവുമില്ല, ഞങ്ങളുമായിട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ്. ഒരു ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ബില്ലടക്കായൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തിനാണ് ഊരുന്നെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മേലിന് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അടച്ചത്. മേലിന് ഓർഡർ വന്നിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. കറണ്ട് കിട്ടണം, ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ ലൈറ്റും വെള്ളമൊന്നുമില്ല. ഒരുപാട് പ്രയാസത്തില്ല. ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അടിച്ചിട്ട് ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. ഞങ്ങൾ ലൈറ്റ് ഞങ്ങൾക്ക് കറണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഞങ്ങൾ പൈസ അടക്കാണ്ട് ഇനി ആ പൈസ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഊരി കൊണ്ടുവന്നെന്ന് അറിയില്ല. ഇവരെ പേരിലുള്ള ഇതാണ്. ഇവരൊന്നും ചെയ്തില്ല, ഞാനും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വന്ന് ഊരി കൊണ്ടുവന്നോട്ടെ. ഞങ്ങളെ കറണ്ട് തിരിച്ചു കിട്ടണം. അതുവരെ അവിടെ ഇരിക്കും. പിന്നെ ഏതായാലും ഇങ്ങനെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരട്ടെ. നമ്മള് പിന്നെ പൈസ അടക്കാതെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത് ഞങ്ങൾ ചെയ്യായിട്ടാണെന്ന് പറയാം. ഇതൊന്നുമില്ലല്ലോ, ഒരു കാരണമില്ലാതെയാണോ ഇപ്പോൾ ഈ ചെയ്തതൊക്കെ. MS അനീഷ് കുമാർ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായും. അനീഷ്, നമ്മൾ ആ വീട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. അവർ പറയുന്നത് വ്യക്തിവിരോധം തീർക്കുകയാണ് KSEB എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം. അതേസമയം നിയമപരമായി മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ. റിമാൻഡിലാണ് ഈ രണ്ടുപേരും ഉള്ളത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് നാടകീയമായ സംഭവങ്ങൾ തിരുവമ്പാടിയിൽ ഉണ്ടായത്. കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഈ റസാഖിന്റെ കുടുംബം കറണ്ട് ചാർജ്, റസാഖിന്റെ മകൻ അജ്മൽ കറണ്ട് ചാർജ് ഓൺലൈനായി അടയ്ക്കുകയും പിന്നീട് കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് KSEB ഉദ്യോഗസ്ഥർ റസാഖിന്റെ വീട്ടിലെത്തി കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ സമയത്ത് അജ്മൽ മോശമായ രീതിയിൽ അപമര്യാദയായ പെരുമാറ്റം അജ്മലിന്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായി എന്നാണ് KSEB പറയുന്നത്. ഇതിനെ തുടർന്ന് പോലീസിൽ KSEB പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ഈ വാർത്ത ദിനപത്രങ്ങളിൽ വന്നതോടുകൂടി അജ്മൽ രോഷാകുലനാവുകയും KSEB ഓഫീസിലെത്തി ഓഫീസ് അടിച്ചു തകർക്കുകയും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും അവരുടെ ദേഹത്ത് മലിനജലം ഒഴിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് അജ്മലിന്റെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഇതേ തുടർന്ന് പിന്നീട് ഈ വീട്ടിലെ കറണ്ട് കണക്ഷൻ KSEB പ്രതികാരത്തോടുകൂടി വിച്ഛേദിക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ഗൃഹനാഥനായ റസാഖിന്റെ പേരിലാണ് കണക്ഷൻ ഉള്ളത്. നിലവിൽ ഈ കണക്ഷനിൽ പണം അടച്ച അവസ്ഥയിലുമാണുള്ളത്. അതുകൊണ്ട് മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മകനെ നിയമ നടപടിക്ക് വിധേയമാക്കുമ്പോൾ എന്തിന് തങ്ങളുടെ വയോധികരായ തങ്ങളുടെ കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ചു എന്ന ചോദ്യമാണ് റസാഖും ഭാര്യയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 1 മണിക്കൂറോളം KSEB ഓഫീസിൽ മെഴുകുതിരി വെട്ടത്തിൽ പ്രതിഷേധവുമായി ഇരുവരും നിലയുറപ്പിച്ചിരുന്നു. പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം വീണ്ടും പ്രതിഷേധവുമായി KSEB ഓഫീസിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്.
പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അജ്മൽ. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിയമം ഉപയോഗിച്ചാണ് തന്റെ കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ചത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ അജ്മലും തന്റെ ഭാഗിനെ അയച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം താൻ KCB ഓഫീസിൽ പോയി ഇക്കാര്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. KCB ഉദ്യോഗസ്ഥരാണ് അപമര്യാദയിൽ പെരുമാറുകയും ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്ത് ആ കുറ്റം തന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ താൻ മൊബൈലിൽ ചിത്രീകരിച്ചടക്കം തന്റെ കൈവശമുണ്ട്. പോലീസിന്റെ കൈവശമാണ് ആ ഫോൺ ഉള്ളത്. ആ ഫോൺ തിരിച്ചു കിട്ടിയാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നും ഇയാൾ പറയുന്നു. എന്തായാലും സംഭവം വലിയ ചർച്ചയായ സാഹചര്യത്തിൽ KCB ഉന്നത ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇന്ന് ഇടപെടുമോ എന്നതാണ് കാണേണ്ടത്. ഇല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. അനീഷ്, ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരേണ്ടത്, ഇത്തരത്തിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ വിച്ഛേദിച്ച കറണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട്. മറ്റൊന്ന്, ഈ അക്രമം നടത്തിയവർ ഇപ്പോൾ റിമാൻഡിലാണ്, അവർക്കുള്ള ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വീട്ടുകാരെന്ത് പിഴച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നില്ലേ? അതാണ് പ്രധാനമായും വിമർശനം ഉയർത്തുന്നത്. കാരണം KCB പറയുന്ന ന്യായവാദം ഈ 3 ലക്ഷം രൂപയോളം KCBക്ക് നഷ്ടം വരുത്തിയിരിക്കുന്നു. ഈ അജ്മലും സഹോദരനും കൂടി KCB ഓഫീസിൽ നടത്തിയ അക്രമത്തിൽ. അതുകൊണ്ട് അതിന്റെ നഷ്ടപരിഹാരം ലഭിച്ച ശേഷമേ കറണ്ട് കണക്ഷൻ, അതായത് KCBക്ക് നടത്തിയ നഷ്ടം പരിഹരിച്ച ശേഷമേ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന ഒരു വാദമാണ് KCB ഉന്നയിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ PDPP ആക്ടും മറ്റും ഒക്കെ ഉണ്ട്. പൊതു വസ്തുവകകൾ നാശം വരുത്തിയാൽ അവ കെട്ടിവെച്ച് അതിന്റെ തുക കെട്ടിവെച്ച ശേഷം മാത്രമേ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുള്ളൂ. വിദ്യാർത്ഥി സമരത്തിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നതാണ് ഇത്തരം നിയമം. ആ വിദ്യാർത്ഥികൾ പണം കെട്ടിവെച്ച ശേഷം മാത്രമാണ് ജാമ്യത്തിൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്, റിമാൻഡിലാണ്. അതിൽ നിന്നും പണം ഈടാക്കാനുള്ള ഉപാധികൾ KCBയുടെ മുന്നിൽ ഉള്ളതാനും അത്തരമൊരു സാഹചര്യത്തിൽ എന്തിന് വയോധികരായ ഈ മാതാപിതാക്കളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു? പ്രത്യേകിച്ചും റസാഖിന്റെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ ഉള്ളതും. അവർ വയോധികരാണ്, വെളിച്ചവും വെട്ടവും ഇല്ലാതെ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. ഒപ്പം ബാത്റൂമിൽ പോകാനുള്ള വെള്ളം പോലും വീട്ടിലില്ല എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മാനസികമായ പരിഗണന ഇക്കാര്യത്തിൽ ആ വയോധികർക്കെങ്കിലും നൽകണമായിരുന്നു എന്ന വാദം തന്നെയാണ് പ്രബലമായി ഉയരുന്നത്. അശ്വതി, അതാണ് വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ ഇപ്പോൾ KCB ഓഫീസിന് മുന്നിൽ സമരമിരുന്ന വയോധികൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹം ആശുപത്രി വിടുമ്പോൾ വീണ്ടും KCB ഓഫീസിലേക്ക് എത്തുകയും പ്രതിഷേധ സമരം ഇരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇക്കാര്യത്തിൽ KCB എന്താണ് ഔദ്യോഗികമായൊരു വിശദീകരണം നൽകുന്നത് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കാം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ CPM-ൽ ചേർത്തതിൽ വിവാദം കൊഴുക്കുകയാണ്. BJP-യിലായിരുന്നപ്പോഴാണ് ശരത്ചന്ദ്രൻ പ്രതിയായതെന്ന വിശദീകരണമാണ് CPM ജില്ലാ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം ഇന്ന് വന്നേക്കും. ശശി നാരായണൻ ചേരുന്നു. ശശി, ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ്? അശ്വതി, കാപ്പ കേസ് പ്രതിയെ CPM-ൽ ചേർത്തുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഇപ്പോഴും സജീവമാണ്. അത് പ്രധാനമായും പറയേണ്ട നിരവധി കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയെ CPM എടുത്തതിനെ ചൊല്ലി CPM-ന്റെ താഴെത്തട്ടുള്ള അണികൾക്കിടയിലും നേതാക്കളുടെയിലും അമർഷമുണ്ട്. അത് പാർട്ടിക്ക് അപമതിപ്പുണ്ടാകും എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. CPM ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കനത്ത പരാജയത്തിനെ തുടർന്ന് തെറ്റിദ്ധരുത്തൽ നടപടിയിലൂടെ സംഘടന ശക്തിപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഇത്തരമൊരു നടപടി ജില്ലാ ഘടകമെടുക്കുന്നത്. അത് തന്നെയാണ് വിമർശനത്തിന് കാരണമായിട്ടുള്ളത്. ഈ മലയാളപ്പുഴ സ്വദേശിയായ ശരത്ചന്ദ്രനുമായി നിരവധി കേസുകളിലെ പ്രതിയാണ്. ഒട്ടനവധി CPM നേതാക്കളെ ആക്രമിക്കുന്ന കേസിൽ കൂടി പ്രതിയായ വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ CPM-ലേക്ക് ചേർക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് പ്രവർത്തകർക്കുള്ളത്. പക്ഷേ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞത് അദ്ദേഹം നേരത്തെ RSS-നും BJP-നും ഉണ്ടായ സമയത്താണ് ഇത്തരം ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നത്. അത് കാപ്പ കേസ് ഉൾപ്പെടുത്തിയെങ്കിലും അതിന്റെ പേര് കാപ്പ കേസ് ഉൾപ്പെടുത്തിയെങ്കിലും പ്രതിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെ നാടുകടത്തുകയോ മറ്റോ ചെയ്തില്ല. പക്ഷെ അതിന്റെ കാലാവധി കഴിഞ്ഞു. അതുകൊണ്ട് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു വ്യക്തമാക്കിയത്. മാധ്യമങ്ങളാണ് വാർത്തകൾ വളർത്തുടയ്ക്കുന്നത്. കാരണം അദ്ദേഹം ഒരു പ്രതി അല്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ജില്ലാ സെക്രട്ടറി വീണ ജോർജും ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്ന പത്തനംതിട്ടയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ ശരത്ചന്ദ്രനെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത്. ഇതെല്ലാം ഒരു അവമതിപ്പുണ്ടാക്കുന്ന കാര്യമാണെന്ന് തന്നെയാണ് പാർട്ടിയിൽ ഉള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസ് ഇന്നലെ തന്നെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് CPM-ലെ കാപ്പ കേസ് പ്രതിയെ ചേർത്തതിൽ പരിഹാസപൂർവ്വം പറഞ്ഞിട്ടുള്ളത് ഇത്തരം ഒരു കാപ്പ കേസ് പ്രതിയെ CPM-ൽ എടുത്തതിലുള്ള അഭിനന്ദനം അർപ്പിക്കുന്നു എന്ന രീതിയിലാണ് DCC വൈസ് പ്രസിഡന്റ് ഇന്നലെ വ്യക്തമാക്കിയത്. അത്തരത്തിൽ BJP-യും ഈ സമാനമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്.
പാർട്ടിയിലെ സാധാരണപ്പെട്ട അണികൾക്ക് ഇത്തരം ഒരു അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരത്ചന്ദ്രന്റെ കേസുകളിൽ പലതവണ ഈ തുടർച്ചയായ കേസുകൾ ഉൾപ്പെടുകയും അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമ്പോൾ തന്നെ നിരവധി കേസുകൾ പിന്നെയും തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കാപ്പാക്ക് ചുമത്തി അദ്ദേഹത്തെ നാട് കടത്താതിരിക്കാനും ഒരു താക്കീത് നിലയ്ക്കും പോലീസ് നിർദ്ദേശം നൽകിയത്. പക്ഷേ തുടർച്ചയായി പിന്നെയും കേസുകളിൽ ഉൾപ്പെടുകയും ഹൈക്കോടതി പോയി ജാമ്യം എടുക്കുകയും ചെയ്തു. തുടർന്ന് ജൂൺ 23 തിരിച്ചു വന്നതിന് ശേഷമാണ് CPM ചെയ്യുന്നത്. ഇത്തരം ആളുകളെ പാർട്ടിയിൽ അവർക്ക് ഇടം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യമാണ് അണികൾ ചോദിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അത് സ്വാഭാവികമായും പാർട്ടിയുടെ മുഖച്ഛായ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത് സംസ്ഥാന നേതൃത്വത്തെയും ഈ ജില്ലാ ഘടകത്തിന്റെ തീരുമാനം വെട്ടിലാക്കിയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളും പ്രതികരണങ്ങളും വരും ദിവസങ്ങളുണ്ടാകും. കാരണം CPM ഒരു സംഘടന സംവിധാനമുള്ളത് പാർട്ടി നിലയ്ക്ക് അണികൾക്ക് ഇത് പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവർക്ക് അവരുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഉള്ളിൽ ഈ നേതാക്കന്മാർക്കിടയിലും അണികൾക്കിടയിലും ശക്തമായ പ്രതിഷേധവും വിമർശനവും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസിലെ പ്രതികളെ പാർട്ടിയിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ട്. അശ്വതി, അതാണ് ശശി, ഇത്തരത്തിൽ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. BJP-യിലായിരുന്നപ്പോഴാണ് ഇയാൾ പ്രതിയായത് എന്നുള്ള ഒരു വിശദീകരണത്തിന് അപ്പുറത്തേക്ക് പാർട്ടിക്ക് ഒരു പാർട്ടിയുടെ പ്രതിച്ഛായ ഇത് ബാധിക്കില്ല, ഒരു അവമതിപ്പുണ്ടാകുന്ന ഒരു സംഭവമല്ലേ? അത്തരത്തിലൊരു വലിയ വിവാദമാകുമ്പോൾ ഇത് മറിച്ചൊരു നടപടിക്ക് അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അങ്ങനെ ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ ഇനി? ശരത്ചന്ദ്രനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജില്ലാ സെക്രട്ടറി ഊന്നി പറഞ്ഞൊരു കാര്യം, അദ്ദേഹം കുറ്റവിമുക്തനാണ്. അദ്ദേഹം കാപ്പാക്ക് പ്രതിയാണെങ്കിലും അതിന്റെ കാലാവധി കഴിഞ്ഞൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിൽ CPM-ലേക്ക് എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള നിലപാടാണ് ഉദയഭാനു വ്യക്തമാക്കിയത്. അതേസമയം മന്ത്രി അടക്കം ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് ഈ കാപ്പാക്ക് പ്രതിയായ ശരത്ചന്ദ്രനും 60ഓളം പ്രവർത്തകർക്കും ഈ പാർട്ടിയിലേക്കുള്ള സ്വീകരണം നൽകിയത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നിരവധി അക്രമ കേസുകൾ, സ്ത്രീകളെ അപമാനിക്കുന്ന ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഈ ശരത്ചന്ദ്രൻ. അത് വലിയ ഗുരുതരമായ ഒരു ക്രിമിനൽ ഉണ്ട് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ മലയാളപ്പുഴ അറിയപ്പെടുന്നത്. അത്തരമൊരാൾക്ക് ഈ CPM-ൽ ഇടം കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ താഴെത്തട്ടിലുള്ള അണികൾ ഇത് പറയാൻ പ്രതിഷേധവും വിമർശനവും ഉണ്ടെങ്കിലും അത് തുറന്നു പറയാൻ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ പരാജയത്തിന് ശേഷം തെറ്റുകൾ തിരുത്തി സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ജില്ലാ ഘടകം അതിന് ഘടകവിരുദ്ധമായി ഇത്തരം തീരുമാനമെടുക്കുന്നത് CPM-ന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത വിമർശനങ്ങൾ ഇത് സംബന്ധിച്ച് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെയും BJP-യുടെയും ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും പ്രതികരണം ശരത്ചന്ദ്രന്റെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ ശരത്ചന്ദ്രൻ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം വന്നിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ ലോക്കൽ കമ്മിറ്റികളിലും അതുപോലെ ബ്രാഞ്ച് കമ്മിറ്റികളും അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റികളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലേറ്റ കനത്ത തിരിച്ചടി വിലയിരുത്താൻ CPM സംഘടനാ റിപ്പോർട്ടിംഗ് ഇന്ന് എറണാകുളത്ത്. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും പാർട്ടി വോട്ടുകൾ പോലും കൃത്യമായി ലഭിക്കാത്തതുമാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. നവമി ദിനേശ് ചേരുന്നു. നവമി, വലിയ തോൽവിയുണ്ടായി, അതെങ്ങനെയെന്ന് വിലയിരുത്തുമ്പോൾ പല ഘടകങ്ങൾ, പല കാരണങ്ങൾ അവർ കണ്ടെത്തുന്നു. ഏറ്റവും പ്രധാനമായി പറയുന്നത് എന്തൊക്കെയാണ്? അശ്വതി, കേരളത്തിൽ ഉടനീളം സർക്കാർ വിരുദ്ധത തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നുള്ളൊരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും മറ്റ് ഈ ക്ഷേമ പെൻഷൻ അടക്കം നൽകുന്നതിൽ മുടക്കം വരുത്തിയതടക്കം വലിയ വിമർശനമാണ് സംസ്ഥാനത്തുടനീളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ തിരിച്ചടിയിൽ പാർട്ടിയുടെ വിമർശനം. പക്ഷേ അതിനു പുറമെ എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വന്നു. അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ വേള വരെ നീണ്ടു നിൽക്കുന്ന ഓരോ രീതിയിലും ഓരോ ഭാഗത്തും വലിയ പാളിച്ചകൾ പാർട്ടിക്ക് സംഭവിച്ചു എന്ന് ജില്ലാ നേതൃത്വം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വിലയിരുത്തുകയുണ്ടായി. അതിൽ സ്ഥാനാർത്ഥി നിർണയം പാർട്ടി പ്രവർത്തകർക്ക് പോലും സുപരിചിത അല്ലാത്തൊരു വ്യക്തിയെ എറണാകുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തി. പിന്നീട് ഇവരുടേതായിട്ടുള്ള ഈ സ്ഥാനാർത്ഥിയുടെ തന്നെ പല ഡിമാൻഡുകൾ പ്രചാരണത്തിന് തക്ക സമയത്ത് എത്തുന്നില്ല, പ്രവർത്തകരോട് മോശമായി പെരുമാറുന്നു, ആഡംബര സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്നു
ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പരാതിയായിരുന്നു KJ ഷൈനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ഒരു ചേരിതിരിവുണ്ടായി. സ്ഥാനാർത്ഥികൾ നേതാക്കൾ പോലും പാർട്ടിയിൽ ജില്ലയിൽ എത്തുകയോ വേണ്ട രീതിയിൽ പ്രചാരണം നടത്തുകയോ ചെയ്തില്ല. അങ്ങനെ നീണ്ടു നിൽക്കുന്നു ജില്ലയിലെ തോൽവിയെക്കുറിച്ച് ജില്ലാ നേതൃത്വം പഠിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് തന്നെയാണ് ദേശീയ നേതൃത്വത്തിനും അയച്ചു കൊടുത്തത്. എന്തായാലും ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അത് എപ്രകാരമാണെന്ന് ഇന്ന് ചേരുന്ന യോഗത്തിൽ A. വിജയരാഘവൻ വിശദീകരിച്ച് നൽകും. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഹൈബീഡിന് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും KJ ഷൈൻ ഇവിടെ നേടാൻ കഴിയാത്തത് വലിയൊരു തിരിച്ചടിയായി തന്നെ, വലിയൊരു തോൽവിയായി തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്തായാലും ഈ ലത്തീൻ സഭയുടെ വോട്ട് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഒരു ലത്തീൻ സഭയുടെ പ്രതിനിധിയെ തന്നെ പാർട്ടി ഇവിടെ നിയോഗിച്ചത്. പക്ഷെ ലത്തീൻ സഭയുടെയോ വനിതകളുടെയോ വോട്ട് നേടാനും KJ ഷൈന് കഴിഞ്ഞില്ല. KJ ഷൈന്റെ പ്രചാരണ രീതിയും വലിയ രീതിയിൽ തിരിച്ചടിയായി. അങ്ങനെ നീണ്ടു നിൽക്കുന്നു. CPM-ന് എറണാകുളം ജില്ലയിലേറ്റ തിരിച്ചടിക്ക് കാരണങ്ങളായിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് തന്നെ പാർട്ടി നേതൃത്വം നിരത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് 10 മണിക്ക് കടവന്ത്രയിൽ ചേരുന്ന യോഗത്തിൽ വിജയരാഘവൻ ഇത് പാർട്ടി പ്രവർത്തകർക്ക് വിശദീകരിച്ച് നൽകും. അതോടൊപ്പം ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഈ ഭരണവിരുദ്ധ വികാരം അത് മാറ്റി നിർത്തുകയാണെങ്കിൽ KJ ഷൈൻ എന്നൊരു സ്ഥാനാർത്ഥിയെ എറണാകുളത്തേക്ക് കൊണ്ടുവരുമ്പോൾ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു കല്ലുകടി അവിടെ ഉണ്ടായിരുന്നില്ല. KJ ഷൈനെ ആർക്കും അറിയില്ല, കൂടുതൽ ആളുകൾക്ക് അറിയില്ല എന്ന ഒരു പ്രശ്നം താഴെത്തട്ടിലുള്ള ആളുകൾ ഉയർത്തിയിരുന്നില്ലേ? പക്ഷെ അതൊന്നും കാണാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ഉചിതമായ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വലിയ തോൽവി ഉണ്ടാകുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായി എന്ന് വരുമ്പോൾ എന്താണ് CPM ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണോ, അല്ലെങ്കിൽ ഒരു തിരുത്തൽ നടത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് പാർട്ടി? അശ്വതി, തുടക്കത്തിൽ തന്നെ അതായത് ഈ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. KJ ഷൈൻ എന്ന സ്ഥാനാർത്ഥിയെ ഇവിടെ പാർട്ടി പ്രഖ്യാപിക്കുന്നുണ്ട്. പറവൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പറവൂർ നഗരസഭയിലെ അംഗമായിരുന്ന വ്യക്തി എന്നതിലപ്പുറത്തേക്ക് ഒരു അധ്യാപിക എന്നൊരു ഘടകം, വനിത, ലത്തീൻ സഭ അംഗം എന്നീ ഘടകങ്ങളാണ് KJ ഷൈനെ സംബന്ധിച്ച് ഇവിടെ നിർത്തുവാൻ വേണ്ടി പാർട്ടി പ്രധാനമായും കണ്ട കഴിവുകൾ. പക്ഷേ അവരുടെ പ്രസംഗ പാഠവും ഏറെ വ്യത്യസ്തമാണ്. പ്രവർത്തകരെ അല്ലെങ്കിൽ വോട്ടർമാരെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് നേടുന്നതിന് വേണ്ടി KJ ഷൈന്റെ പ്രസംഗവും ഒപ്പം ഒരു വനിത എന്ന സ്ഥാനാർത്ഥി, വനിതാ സ്ഥാനാർത്ഥി എന്നൊക്കെ ഘടകങ്ങളായിരുന്നു പാർട്ടി പ്രധാനമായും KJ ഷൈനിൽ കണ്ട ഗുണങ്ങൾ. പക്ഷേ പ്രവർത്തനങ്ങളിലേക്ക്, പ്രചാരണത്തിലേക്ക് എത്തുന്ന വേളയിൽ KJ ഷൈന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചു. ഈ പാർട്ടിയിലെ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ തന്റെ നേതാക്കന്മാർക്കിടയിൽ പോലും വലിയ അവമതിപ്പുണ്ടാക്കി. പലപ്പോഴും പ്രചാരണത്തിൽ എത്തിയിട്ടില്ല. വിശദീകരണം ആവശ്യപ്പെടുമ്പോൾ ആഡംബരമായിട്ടുള്ള കുറെ എയർ കണ്ടീഷൻ റൂം വേണം, അല്ലെങ്കിൽ തനിക്ക് വെയിലത്ത് പ്രചാരണത്തിൽ ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ നിരവധി പരാതികൾ പ്രവർത്തകർ തന്നെ KJ ഷൈന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്ന രീതിയിൽ നേതൃത്വത്തിന് പരാതി നൽകുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ അടുത്ത ഒരു വേളയിൽ പലപ്പോഴും പ്രവർത്തകർ KJ ഷൈനൊപ്പം നിന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പാർട്ടിയോട് ആലോചിക്കാതെയുള്ളൊരു സ്ഥാനാർത്ഥി നിർണയം പ്രവർത്തകർക്ക് അറിയില്ല, വോട്ടർമാർക്ക് അറിയാത്തൊരു വ്യക്തി, നേരെ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ഹൈബി ഈഡൻ, ജനകീയനായ വ്യക്തി, ഏത് സാധാരണക്കാരനും ഏത് രാത്രി പോലും സമീപിക്കാൻ കഴിയുന്ന അത്രയും സജീവമായി മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈബി ഈഡൻ. അപ്പോൾ ഹൈബി ഈഡന്റെ എതിർ സ്ഥാനാർത്ഥിയായി നിർത്തുന്ന ഒരാൾ, അത് പാർട്ടിക്കും ഒപ്പം തന്നെ ജില്ലയ്ക്കും സുപരിചിതനായ ഒരാൾ തന്നെ വേണമെന്ന് പലപ്പോഴും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെയായിരുന്നു KJ ഷൈന്റെ സ്ഥാനാർത്ഥിത്വം. ഇത് തന്നെ വലിയ രീതിയിൽ തുടക്കത്തിൽ തന്നെ പാളിച്ചയായി തന്നെ പ്രവർത്തകർ കണക്കാക്കുന്നു. അതോടൊപ്പം പാർട്ടിയിലെ തന്നെ ഘടകങ്ങളിലുണ്ടായിരുന്ന വലിയ ഒരു ചേരിതിരിവ്, പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായ പല ആഭ്യന്തര പ്രശ്നങ്ങളും, ഇതൊക്കെ വലിയ രീതിയിൽ ഈ ജില്ലയിൽ തിരിച്ചടി ഉണ്ടാക്കി തോൽവിക്ക് കാരണമായെന്ന് വിലയിരുത്തുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യമെന്ന് തന്നെയാണ് CPM നേതാക്കൾ പറയുന്നത്. ഒപ്പം ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലും ഈ പല പരാതികൾ നൽകിയിട്ടും, ജനകീയ സദസ്സിൽ പോലും പരാതികൾ നൽകിയിട്ടും അത് കൃത്യമായി
പാലിക്കാതെയുള്ള ധൂർത്ത് ഇതടക്കം CPM ജില്ലാ നേതൃത്വം റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് KJ ഷൈനിയുടെ തോൽവിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു വലിയ തോൽവിക്ക് കാരണം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ജില്ലാ നേതൃത്വം നടത്തുന്നത്. എന്നാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇതെല്ലാം തിരുത്തിക്കൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം എങ്ങനെ കാഴ്ചവെക്കാം, അല്ലെങ്കിൽ പ്രവർത്തകരെ എങ്ങനെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കുക. പറവൂര് ഒപ്പം തന്നെ മൂവാറ്റുപുഴ ഉള്ള ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ, തൃക്കാക്കര പോലുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിൽ തിരിച്ചടിയുണ്ടായി. പാർട്ടി പ്രവർത്തകർ ശക്തമാകുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വേരുറപ്പുള്ള ഇടങ്ങളിൽ പോലും വോട്ട് പെട്ടിയിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഇതെന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളും വിലയിരുത്തും. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അടക്കം വലിയ രീതിയിലുള്ളൊരു വിമർശനമായിരുന്നു ജില്ലാ നേതൃത്വം ഇതിനു മുൻപ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. As the world warms, nature's sentinels rise. When a billion hands dig deep, a new future unfolds for the planet. ഒപ്പം തന്നെ 4 ഭീകരരെ വീണ്ടും വാർത്തയിലേക്ക്. കോപ്പ അമേരിക്കയിൽ സെമി കാണാതെ ബ്രസീൽ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഉറുഗ്വേയാണ് ബ്രസീലിനെ തകർത്തത്. 4-2 ഉറുഗ്വേയുടെ വിജയം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. ഉറുഗ്വേ 4 കിക്കുകൾ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ ബ്രസീലിന്റെ എഡർ മിലിറ്റോ, ഡഗ്ലസ് ലൂയിസ് എന്നിവരുടെ കിക്ക് പാഴായി. യൂറോ കപ്പിൽ സെമി ലൈനപ്പായി ഫ്രാൻസ് സ്പെയിനിനെയും ഇംഗ്ലണ്ട് നെതർലാൻഡ്സിനെയും നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്താണ് ഇംഗ്ലണ്ട് സെമിയിൽ പ്രവേശിച്ചത്. ഇംഗ്ലണ്ടിന്റെ 5 കിക്കുകളും ലക്ഷ്യത്തിലെത്തിയപ്പോൾ സ്വിസ് താരം മാനുവേൽ അക്കാഞ്ചിയുടെ ലക്ഷ്യം പിഴച്ചു. നേരത്തെ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. തുർക്കിയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഓറഞ്ച് പടയുടെ സെമി പ്രവേശം. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് നെതർലൻഡ്സിന്റെ ജയം. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ രജൌരിയിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം. കുൽഗാമിലുണ്ടായ ആക്രമണത്തിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചു. 4 ഹിസ്ബുൾ ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുൾ സീനിയർ കമാൻഡറും ഉൾപ്പെടുന്നു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ER രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഇന്ന് പുലർച്ചെയാണ് രജൌരിയിലെ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായത്. അതായത് സൈനിക ക്യാമ്പിന് പുറത്തെത്തിയ ഭീകരർ ഈ ക്യാമ്പിനകത്തേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ഈ ആക്രമണത്തിലാണ് അവിടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഗേറ്റിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന സൈനികന് പരിക്കേറ്റത്. ഈ ആക്രമണത്തിന് ശേഷം ഈ ഭീകരർ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഏതായാലും കുൽഗാമിൽ ഏറ്റുമുട്ടൽ ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ചതാണ്. ഏതാണ്ട് 20 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റുമുട്ടൽ. കുൽഗാമിലെ ഏറ്റുമുട്ടൽ അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 ഇടങ്ങളിലായാണ് കുൽഗാമിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ആദ്യം ഏറ്റുമുട്ടൽ ഉണ്ടായത് ചിന്നഗാം മേഖലയിലാണ്. അതിനുശേഷം മോഡർഗാമിലും പിന്നീട് ഏറ്റുമുട്ടൽ ഉണ്ടായി. ഈ ചിന്നഗാമിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് 2 സൈനികർ വീരമൃത്യു വരിച്ചത്. അതിനുശേഷമാണ് മോഡർഗ്രാമിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. അവിടെ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് അറിയുകയും തുടർന്ന് സുരക്ഷാ സേന ഈ പ്രദേശം വളയുകയായിരുന്നു. ഏതായാലും 4 ഭീകരരെ വധിച്ചിട്ടുണ്ട്. ഇവർ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന സംഘടനയിലെ അംഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിലൊരു കമാൻഡറും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സുരക്ഷാ സേന വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ജൂണിന് ശേഷം ജമ്മു കാശ്മീരിൽ അടിക്കടിയായി ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഏതായാലും സൈന്യവും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും കാണുന്നത്. ഏതായാലും ഏറ്റുമുട്ടൽ അവസാന ഘട്ടത്തിൽ ആണെന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല കൂടുതൽ സൈന്യം ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി. ശരി, ER തുടരണം. കൊല്ലപ്പെട്ട തമിഴ്നാട് BSP
അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം ഇന്ന് നടക്കും. സംസ്കാര ചടങ്ങിൽ BSP അധ്യക്ഷ മധ്യവതി പങ്കെടുക്കും. മൃതദേഹം പാർട്ടി ഓഫീസിൽ സംസ്കരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആംസ്ട്രോങ്ങിന്റെ ഭാര്യ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ കോടതി വിധി അനുസരിച്ചാകുമോ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കോടതി വിധി വളരെ നിർണായകമാണല്ലോ. അശ്വതി, കോടതി ഇപ്പോൾ ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം BSPയുടെ ആവശ്യം തമിഴ്നാട്ടിലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തന്നെ മൃതദേഹം മറവ് ചെയ്യണം, അവിടെ ഒരു സ്മാരകം പണിയാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ സർക്കാർ അവിടെ സംസ്കാരം നടത്താൻ അനുവദിച്ചിരുന്നില്ല, പാർട്ടി ഓഫീസിൽ സംസ്കാരം നടത്താൻ അനുവദിച്ചിരുന്നില്ല. അതിന് സർക്കാർ പറയുന്ന കാരണം, ഒന്ന്, ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, അതുകൊണ്ട് തന്നെ അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കെ ആംസ്ട്രോങ്ങിൻ്റെ ഭാര്യ മദ്രാസ് ഹൈക്കോടതി സമീപിച്ചത്. ഏതായാലും ഇപ്പോൾ ഹർജി പരിഗണിക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ BSP ഓഫീസിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ 3 ഇടങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ വേണമെങ്കിലും സംസ്കാര ചടങ്ങുകൾ നടത്താം എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി പറയുന്നത്, ജനവാസ മേഖല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം സംസ്കാരങ്ങൾ ചടങ്ങുകൾ നടത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും അതിനെ അംഗീകരിക്കുന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കോടതി പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും അന്തിമ തീർപ്പിലേക്ക് കോടതി എത്തിയിട്ടില്ല. ഈ കോടതി വിധി വന്നതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും BSP അധ്യക്ഷ മായാവതി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആംസ്ട്രോങ്ങിന് അന്തിമോപചാരം അർപ്പിക്കും. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. പ്രത്യേകിച്ച് ആശുപത്രിക്ക് മുമ്പിൽ BSP പ്രവർത്തകർ പ്രതിഷേധിക്കുകയും അതിനുശേഷം റോഡ് ഉപരോധിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. CBI അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് ഏതായാലും BSP ഉന്നയിക്കുന്നത്. ഇന്ന് മായാവതി ഒരുപക്ഷെ ആ വാദം കൂടുതൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ആവർത്തിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഏതായാലും പോലീസ് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് വ്യക്തിവിരോധമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരു ഗുണ്ടാ സംഘ തലവനായ ആർക്കോട്ട് സുരേഷിന്റെ കൊലപാതകം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടന്നത്. അതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കൊലപാതകം, കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. ഈ കേസിൽ ഇപ്പോൾ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നിലപാടിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം 3 പേരെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ, ഗൂഢാലോചനയിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്നാണ് BJPയും ADMKയും ഇപ്പോൾ ആവർത്തിക്കുന്നത്. പ്രതിഷേധവും അവർ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോടതി ഇപ്പോൾ ആംസ്ട്രോങ്ങിന്റെ ഭാര്യ നൽകിയ ഹർജി പരിഗണിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. പാർട്ടി ഓഫീസിൽ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കണമെന്നാണ് അവരുടെ ആവശ്യം. മറ്റൊന്ന്, BSP അധ്യക്ഷ മായാവതി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗ്ദീപ് ധൻഖർ ഡൽഹിക്ക് മടങ്ങും. രാവിലെ കൊല്ലത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി അല്പസമയത്തിനകം പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് തിരിക്കും. ഇന്നലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉപരാഷ്ട്രപതിയെ യാത്രയാക്കാനെത്തും. CSI സഭയുടെ ഇരുപക്ഷവും ഇന്ന് തിരുവനന്തപുരത്ത് നടത്താനിരുന്ന പ്രതിഷേധ റാലികൾക്ക് വിലക്ക്. CSI സഭ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ തർക്കത്തിൽ ഇടപെട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഉത്തരവിട്ടത്. റാലിക്കും പ്രതിഷേധ സംഗമത്തിനും അനുമതിയില്ല. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ വ്യക്തമാക്കി. ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറിനെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെ എതിർകക്ഷികൾ സമർപ്പിച്ച അപേക്ഷയിലാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നടപടി. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതിനാൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനകൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുക. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും പൂർണ്ണമായും ഒഴിവാക്കുക.
കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ ഗുജറാത്തിനു മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ജൂലൈ 9 വരെ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇപ്പോൾ എ റഹീം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഉപേക്ഷിക്കുന്നു, അവഗണിക്കുന്നു എന്നതാണല്ലോ ഞങ്ങളും കോൺഗ്രസുമെല്ലാം ഇപ്പോഴും പറയുന്ന വാദം. നെഹ്റുവിനെ എന്തേ മറക്കുന്നു എന്നാണല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത്. എന്താ നെഹ്റുവിന്റെ പ്രത്യേകത? ആ നെഹ്റുവല്ലേ ശാസ്ത്രാവബോധത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രചാരകൻ എന്ന് പറയാവുന്നയാള്? ആ ശാസ്ത്രാവബോധം ഉയർത്തിപ്പിടിക്കണം. നെഹ്റു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമായിരുന്നില്ലേ? ആ നെഹ്റുവിന്റെ കോൺഗ്രസ് ഈ ഇന്ന് കൂടോത്ര പാർട്ടിയായി കേരളത്തിൽ മാറിയിരിക്കല്ലേ? ഹത്രാസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ രൂപപ്പെടൽ. അപ്പൊ ഇവിടെ കൂടോത്രം നടത്തുന്നവർക്ക് ഹാത്രാസിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് തള്ളിപ്പറയാനാവുക? ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തി. ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വശത്ത് കൂടോത്രം, അവിടെ ഇത് ഞാൻ രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവര്. പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്നതല്ല. ഹത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം. പ്രിയങ്കയ്ക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ്. ഇപ്പോൾ കൂടോത്രം കോൺഗ്രസായി മാറിയ കൂടോത്ര പാർട്ടിയായ കോൺഗ്രസ് KPCCയുടെ ആഫീസിനകത്ത് നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ചിത്രമെങ്കിലും എടുത്തു മാറ്റാൻ തയ്യാറാണ്. ഇനി കേരളീയ നവോത്ഥാനം എന്നൊരു വാക്ക് പറയാൻ കോൺഗ്രസിന് അവകാശമില്ല. ഇത് കേരളത്തിന് അപമാനകരമാണ്. കേരളം ലജ്ജതയോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇപ്പോ നരബലി നടന്നില്ലേ കേരളത്തിൽ? അത്തരം സംഭവങ്ങളെ നമ്മൾ ഞെട്ടലോടെയല്ലേ കണ്ടത്? അത്തരം സംഭവങ്ങളെയും അങ്ങനെ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവരെയും ഇനി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനോ KPCC അധ്യക്ഷനോ കോൺഗ്രസിനോ അതിന്റെ നേതാക്കൾക്കോ ഇനി തള്ളിപ്പറയാനാവുക? കൂടോത്രം ചെയ്യുന്നത് ശരിയാണെങ്കിൽ നരബലി നടത്തുന്നത് ശരിയല്ലേ എന്ന് അവിടെയുള്ളവർ ചോദിക്കില്ലേ? അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നവർ, ആ സ്കൂൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ? ഈ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ? ഒരു പാർട്ടി തന്നെ ഇതായി മാറുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, KPCC പ്രസിഡന്റ് ഇതാണ് അവസ്ഥയെങ്കിൽ, ഒരു KPCC പ്രസിഡന്റ് അല്ല, രണ്ടാമത്തെ KPCC പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റിന്റെയും പിന്നെ ബ്ലോക്ക് പ്രസിഡന്റിന്റെയും ബാക്കിയുള്ളവരുടെയും എല്ലാം വീട്ടിൽ എന്തോ ഒരു കൂടോത്ര പരിപാടികളായിരിക്കും നടന്നിട്ടുണ്ടാവുക, നടത്തിയിട്ടുണ്ടാവുക. ഇത് അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ്. കേരളം രാജ്യത്തിന്റെ മുമ്പിൽ ഈ കോൺഗ്രസ് കാരണം തലതാഴ്ത്തി നിൽക്കേണ്ട, കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിൽ DYFI ഞങ്ങൾ കുറെ കാലമായി തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ, ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ കൂടുതൽ ശക്തമായ ക്യാമ്പയിനുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് DYFIയുടെ അത് സംബന്ധിച്ചുള്ള നിലപാട്. ആ ഡയറക്ഷനിൽ ഞങ്ങൾ വലിയ ക്യാമ്പയിനുകൾ DYFI ആലോചിക്കുകയും ചെയ്യും. ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണല്ലോ. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് DYFI തിരിച്ചറിയുന്നു. വലിയ ക്യാമ്പയിനുകൾ DYFI ആ കോൺടെക്സ്റ്റിൽ എടുക്കാനും ആലോചിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാം. അല്ല, DYFI എപ്പോഴും അത്തരം ബില്ലുകളെ വെൽക്കം ചെയ്യുന്ന സംഘടനയാണ് DYFI. തീർച്ചയായിട്ടും അത് വരണം. ദീപു അത് പറയുമ്പോൾ തന്നെ ഈ നിയമത്തിനെല്ലാം അപ്പുറത്ത്, നിയമം വരണം, നിയമം വന്നോട്ടെ, നിയമം വരിക തന്നെ വേണം. നിയമത്തിനപ്പുറത്തുള്ള അവബോധത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന്റെയും ക്ലിയറൻസിന്റെയും ക്ലാരിറ്റിയുടെയും പ്രശ്നമുണ്ട്. ഇത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ നരബലി നടത്തി, എന്താ അവർ വിശ്വസിക്കുന്നത്? ഇങ്ങനെ നരബലി ചെയ്താൽ എനിക്ക് വലിയ പണം കിട്ടും എന്ന് വിചാരിക്കില്ല. അതല്ലേ നരബലിയുടെ ബേസ് അല്ലേ? അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകും, ദോഷങ്ങൾ മാറിപ്പോകും. ഈ കോൺടാക്റ്റിലാണല്ലോ നരബലി ചെയ്യുന്നത്.
എന്താ KPC പ്രസിഡന്റ് വീട്ടിൽ വെക്കുന്നതിന്റെ ഉദ്ദേശം? KPC പ്രസിഡന്റ് ഈ മഹാന്റെ ശിരസ് പിളർന്ന് ഇയാൾ തൊലഞ്ഞു പോകും ഇത് കുഴിച്ചിട്ടാൽ എന്ന് കരുതുകയല്ലേ? ആ മാനസിക നിലയെ നിയമം കൊണ്ട് മാത്രം നമുക്ക് ഇല്ലാതാക്കാനാവും. നിയമം കൊണ്ട് ഇത് ചെയ്യുന്നവനെ വലിയ നിലയിൽ ശിക്ഷിക്കാം. ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ A. റഹീം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കൂടോത്ര പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. നവോത്ഥാനം എന്ന് പറയാൻ പോലും കോൺഗ്രസിന് അവകാശമില്ല. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ചിത്രം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് എടുത്തു മാറ്റണം. ഹത്രസിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ല കോൺഗ്രസിന് എന്ന രീതിയിലാണ് അദ്ദേഹം വലിയ വിമർശനമാണ് ഉയർത്തിയത്. ഇടവേള. As the world warms, nature's sentinels rise. When a billion hands dig deep, a new future unfolds for the planet. വലിയ രീതിയിൽ വീണ്ടും വാർത്തയിലേക്ക്. കേരളത്തിൽ തുടർച്ചയായി പക്ഷിപ്പനി ഉണ്ടാകുന്നതിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ. അസ്വാഭാവികമായി കാക്കകൾ വീഴുന്നതടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളം കണക്ക് നൽകാത്തതുകൊണ്ടാണ് നഷ്ടപരിഹാരം വൈകുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എന്തായാലും പക്ഷിപ്പനിയിൽ ഒരു വിശദമായ പഠനത്തിന് കേന്ദ്രം തയ്യാറാകുന്നു എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്. അതായത് എല്ലാ വർഷവും ഒരു കൃത്യം ഇടവേളകളിൽ ഇത് വരുന്നുണ്ട്. ഒപ്പം തന്നെ പതിവിനപ്പുറത്തേക്ക് കാക്കകളും മറ്റും ചത്തു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി കേരളത്തിലെത്തുകയും കർഷകരുടെ അടക്കം അഭിപ്രായം കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു വിശദമായ പഠനത്തിന് തയ്യാറാകുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടാണ് അവരോട് പറഞ്ഞിട്ട് അത് സർട്ടിഫൈ ചെയ്ത് കണക്കെടുക്കണമല്ലോ. ആ പ്രക്രിയ നടക്കുന്നില്ല. അപ്പോൾ അതൊരു ബോധവൽക്കരണം ഉണ്ടായാലേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സർട്ടിഫൈ ചെയ്യണം, ഇത് അവർ ബോധ്യപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോധവൽക്കരണ പദ്ധതിയും ആ കാര്യത്തിൽ വേണ്ടി വരും. പന്നിപ്പനി പലയിടത്തും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ പന്നിപ്പനി പല ഗ്രാമീണ മേഖലകളിലുമാണ് ഇത് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും പന്നികൾ ചത്തു വീണാൽ അതിൽ പരിശോധന നടത്താതെ തന്നെ അതിനെ കുഴിച്ചിടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ പക്ഷികൾ ചത്തൊടുങ്ങുന്നതിൽ കൃത്യമായ നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നൊരു പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. പന്നി ഫാമുകൾ ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. നമുക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. അതെല്ലാം തന്നെ ഉൾപ്രദേശത്ത് ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടില്ല. അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ലോകത്ത് ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു രാജ്യത്തും അതിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മറ്റേ ഫ്ലൂവിന് നമുക്കത് സാധിക്കും ഒരുവിധം കള്ളിങ് നടത്തിക്കഴിഞ്ഞാൽ. ഇതിനു വേണ്ടിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയാണ് അവരുടെ ടീം വന്നത്. ഇതിൻ്റെ കറക്റ്റ് കിട്ടണ്ടേ? യഥാർത്ഥത്തിലുള്ളത് കിട്ടണം. കള്ളിങ് ആണ് അതിൻ്റെ നടക്കുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നത് ഈ പന്നിപ്പനിയുടെ കർഷകർ പോലും പരാതിപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളർത്തു പക്ഷികൾ അടക്കമുള്ളവ നഷ്ടപരിഹാരത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നതിലും പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. എന്തായാലും ഈ മേഖലയിൽ, ഈ അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെയുള്ള കർഷകരെ സംബന്ധിച്ച് ഒരു പരിധിവരെ അവരുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുന്ന തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കർഷകരും പ്രതീക്ഷിക്കുന്നത്. വടകര കോട്ടക്കലിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. കോഴിക്കോട് ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയെയാണ് കാണാതായത്. അഴിമുഖത്തിന് സമീപം വല വീശുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. വീടിന് പുറത്തുപോലും ഇറങ്ങാനാകാത്ത അവസ്ഥയാണ് പലയിടത്തും. തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ താമസക്കാരൻ ലാലനെ കഴിഞ്ഞ ദിവസമാണ് കരടി ആക്രമിച്ചത്. തലനാരിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ ലാലൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഭയപ്പെടുത്തിയ ആ സംഭവത്തെക്കുറിച്ച് ലാലൻ പറയുന്നു.
4 മണിയാവും. ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടിയാണ് വെളിയിൽ ഇറങ്ങിയത്. എനിക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒരു ചെറിയ കുട്ടിയാണ് ഓടിയത്. അത് എന്നെ കണ്ടിട്ട് വിളിച്ച് ഓടിയത്. അതിൻ്റെ പിറക്കുന്നാണ് ഈ വലുത് പറഞ്ഞത്. വലുത് അടുത്ത് വന്ന് എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമത്തിൽ അപ്പോഴാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനുശേഷം ഇത് എന്നെ ഇങ്ങനെ അള്ളി പിടിക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഇതിനെ പിടിച്ച് തള്ളി അതിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് വീണില്ല, ഞാനാണ് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണ കൂട്ടത്ത് ആദ്യത്തെ കടി കയ്യിലായിരുന്നു. ആദ്യത്തെ കടിയോടെ ഞാൻ മറിഞ്ഞ് വീണ പറഞ്ഞ തന്നെ ഇത് പിന്നെയും കടിക്കാൻ ശ്രമിച്ചു. ഞാൻ കരുത്തിൽ കയറി പിടിച്ചടഞ്ഞു. ഈ രോമം ഒരുപാട് രോമമുണ്ട് ഇതിന്. മുഖത്ത് കടിക്കാനുള്ള ഇതൊന്നും അതിന് സൗകര്യം കൊടുത്തില്ല. അതിന് മുമ്പ് ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഈ കാലിൽ കടിച്ചത്. കണ്ട കാലെല്ലാം കടിച്ച് പിന്നി കളഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് അതിനുശേഷം തന്നെ ഈ വിളി വന്നത്. ഒരു കുട്ടിയും ഒരു വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ അത്ര പൊക്കമുണ്ട്. പ്ലാവ് അടുത്ത് ബാക്ക് സൈഡ് പ്ലാവുണ്ട്. അത് ഈ ചക്ക തിന്നാൻ വേണ്ടി വന്നതാണ്. വന്ന് ഞാൻ മൂത്രമൊഴിച്ചുകൊണ്ട് ലൈറ്റ് അടിച്ചിട്ട് മൂത്രമൊഴിച്ചുകൊണ്ട് നിന്ന്. ഈ കുട്ടി എങ്ങനെ ഓടി എൻ്റെ അടുത്തുകൂടെയാണ് ഓടിയത് വിളിച്ചും കൊണ്ട്. അപ്പം ഈ തള്ള അടിച്ച് ഈ കുട്ടിയെ ഞാൻ പിടിച്ചെന്നുള്ള ഇതിലാണ് തള്ള ഓടിയെന്ന് എന്നെ ആക്രമിച്ചത്. തിരുവനന്തപുരം. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. എടക്കര സ്വദേശി ജിബിനാണ് മർദ്ദനമേറ്റത്. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വീട്ടിൽ കയറിയതിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നാണ് പിതാവ് അലവിക്കുട്ടി പറയുന്നത്. എന്തായാലും ഭിന്നശേഷിക്കാരനാണ് യുവാവ് എന്നുള്ളതാണ്. ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നു. എടക്കര സ്വദേശി ജിബിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. യുവാവ് ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദനമേറ്റതിന്റെ പാടുകൾ ശരീരത്തുണ്ട്. മലപ്പുറം എടക്കരയിലാണ് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. കോഴിക്കോട് ജില്ലയിലെ ദശാവതാര ക്ഷേത്രങ്ങൾക്കായി സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനായി 8 ക്ഷേത്രങ്ങളാണ് കേന്ദ്രമന്ത്രി ഒറ്റയടിക്ക് സന്ദർശിച്ചത്. പെരുമീൻപുരം മത്സ്യാവതാര ക്ഷേത്ര ദർശനത്തോടെയായിരുന്നു തുടക്കം. മരുതാട് പരശുരാമ ക്ഷേത്രം, PC പാലം ബാലരാമക്ഷേത്രം തുടങ്ങി തീർത്ഥങ്കര വാമനാവതാര ക്ഷേത്രം വരെയുള്ള 8 ക്ഷേത്രങ്ങൾ ഒറ്റയാത്രയിൽ കേന്ദ്രമന്ത്രി തീർത്തു. കൽക്കിക്കായി ക്ഷേത്രമില്ലാത്തതിനാൽ 10 തികച്ചില്ലെന്ന് വിശദീകരണം. കേന്ദ്ര ഭാരവാഹികളും ഭക്തരും വാദ്യമേളങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. വ്യക്തിപരമല്ല, ഔദ്യോഗികമായിരുന്നു സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നേരിട്ട് കാണുകയായിരുന്നു ലക്ഷ്യം. അവരുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആ പ്രദേശത്തുള്ളവരുടെ വ്യക്തിഗതമായ ധന ആഗമന മാർഗങ്ങൾക്ക് ആക്കം കൂട്ടുന്ന 9 അമ്പല ദർശനം. കാരണം ഇങ്ങനെ ഒരെണ്ണം കേരളത്തിലില്ല, വേറെ എവിടെയുമില്ല. ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കും. അപ്പോൾ 10 അമ്പല ദർശനം എന്നാണ് പറഞ്ഞത്. പക്ഷെ കൽക്കി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം. ഇപ്പോഴത്തെ സ്ഥിതി ചെയ്യുന്ന 9 അമ്പലങ്ങൾ മാത്രം ഞാൻ സന്ദർശിച്ചു. കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ആദ്യം സന്ദർശിച്ചത് കോഴിക്കോട് തളി ക്ഷേത്രമായിരുന്നു. ക്ഷേത്ര ദർശനത്തിനിടയിൽ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തിക്കൊണ്ട് അനുഗ്രഹവും തേടി. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിൽ വഴിയോര കച്ചവടക്കാർക്കായി നിർമ്മിച്ച കടകൾ കൊച്ചി കോർപ്പറേഷൻ കൈമാറുന്നില്ലെന്ന് പരാതി. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതിയിൽ നിർമ്മിച്ചവയാണിത്. നിർമ്മാണം പൂർത്തിയായിട്ടും കൈമാറ്റം നടക്കാത്തതിനാൽ ഇതിനു മുന്നിലാണ് ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. ഫോർട്ട് കൊച്ചിയുടെ മുഖം മിനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. 36 കിയോസ്കുകളാണ് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലായി കൈമാറ്റത്തിനായി തയ്യാറായിരിക്കുന്നത്. ഇവ CSML കൊച്ചി കോർപ്പറേഷന് കൈമാറിയ ശേഷം കോർപ്പറേഷൻ അർഹരായവർക്ക് താക്കോലുകൾ നൽകുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാസങ്ങൾക്ക് മുൻപേ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇവ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്.
കടകളുടെ നിർമ്മാണം 8 മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കി. കച്ചവടക്കാർ പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ഉണ്ടായില്ല. പൂർത്തിയാക്കിയ കടകൾക്ക് മുകളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷമേ പലതും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കൈമാറ്റം വൈകുന്തോറും കടകൾ കൂടുതൽ നാശോന്മുഖമാകും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പയ്യാനക്കൽ കോയവളപ്പിൽ നിർത്തിയിട്ട കാർ കത്തിനശിച്ചു. KL 08 AC 1806 എന്ന കാറാണ് കത്തിയത്. പുലർച്ചെ 1:20ഓടെയായിരുന്നു സംഭവം. കാർ ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിനു മുൻപ് പ്രദേശത്ത് കണ്ടു പരിചയമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. എന്താണ് ബ്രിട്ടനിൽ ഋഷി സുനക്കിന് സംഭവിച്ചത്? ലേബർ പാർട്ടിക്ക് വീണ്ടും അധികാരത്തിലേക്ക് വഴി തുറന്നതുകൊണ്ടാണ് ഋഷി സുനക്ക് അധികാരത്തിൽ നിന്ന് ഒഴിയുന്നത്. എന്താണ് സുനക്കിന് സംഭവിച്ചതെന്ന് കൃഷ്ണേന്ദു നായരുടെ റിപ്പോർട്ട് കാണാം. The Labour Party has won this general election, and I have called Sir Keir Starmer to congratulate him on his victory. Today, power will change hands in a peaceful and orderly manner, with goodwill on all sides. That is something that should give us all confidence in our country's stability and future. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലെത്തിയ 43-കാരനായ ഇന്ത്യൻ വംശജൻ. ഒരുപക്ഷെ ഏഷ്യൻ വംശജരിൽ നിന്ന് തന്നെ അത്തരമൊരു പദവിയിൽ ആരും മുൻപ് എത്തിയിട്ടില്ലെന്ന് പറയാം. 200 വർഷത്തിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ UK പ്രധാനമന്ത്രി ഋഷി സുനക് ഒടുവിൽ പടിയിറങ്ങുകയാണ്. സുനക്കിനോടുള്ള അതൃപ്തിക്കും പാളയത്തിൽ പടയ്ക്കും അതൊരു കാരണം തന്നെയായിരുന്നു. ലിസിന്റെ പിൻഗാമിയായി ഋഷി എത്തിയപ്പോൾ ഭ്രാന്തൻ നീക്കമെന്ന് വിമർശിച്ചവർ പോലുമുണ്ട് സ്വന്തം തട്ടകത്തിൽ. നേരത്തെ തന്നെ സുനക്കിന്റെ നേതൃത്വത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കൺസർവേറ്റീവ് പാർട്ടിയിലെ ഒരു MP രാജിവെക്കുകയും ലേബർ പാർട്ടിയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. പെന്നി മാർഡന്റ് നേതൃത്വത്തിൽ വിമത നീക്കങ്ങളുണ്ടായെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സുനക്കിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന മുൻ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ വംശജയുമായ സുവെല്ല ബ്രേവർമാൻ. പാർട്ടിയിൽ നേതൃമാറ്റത്തിനു വേണ്ടിയുള്ള മുറവിളി പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഉൾപാർട്ടി പ്രശ്നങ്ങളും ഭിന്നതയും സംഘർഷവും ഒക്കെ പരിഹരിക്കുന്നതിൽ സുനക്ക് പരാജയപ്പെട്ടു. ആഡംബര ജീവിതത്തിന്റെ പേരിൽ സുനക്ക് കടുത്ത വിമർശനങ്ങൾ നേരിട്ടു. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പരിധിവരെ ഋഷിക്ക് പാളിയിരുന്നു. ഋഷി സുനക്കിന് പിഴച്ചത് എവിടെയൊക്കെയെന്ന് നോക്കാം. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss. To the many good, hard-working Conservative candidates who lost tonight despite their tireless efforts, their local records of delivery, and their dedication to their communities, I am sorry. പാർട്ടിയിലെ പടലപ്പിണക്കവും സംഘർഷവും പരിഹരിക്കുന്നതിൽ സുനക് പരാജയപ്പെട്ടു. സുനക്കിന് പകരം ക്യാബിനറ്റിലെ ഹൗസ് ഓഫ് കോമൺസ് നേതാവായ പെന്നി മോഡൌണിനെ മാറ്റാൻ ഒരു കൂട്ടം ടോറി MPമാർ താൽപര്യപ്പെടുന്നതായി ഈ വർഷം ആദ്യം ശക്തമായ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സുനക് പല പ്രതിസന്ധികളും കൂറുമാറ്റങ്ങളും നേരിട്ടു. മുതിർന്ന നേതാവും ഡൂവർ MPയുമായ നതാലി എൽഫിക്ക ലേബർ പാർട്ടിയിലേക്ക് കൂറുമാറിയതും ഇതിൽപ്പെടുന്നു. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ സ്വന്തം ചേരിയെ കൂട്ടിയിണക്കാൻ ഋഷിക്ക് കഴിഞ്ഞിരുന്നില്ല. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. വിവരങ്ങളുമായി അനുമോദ് ചേരും. അതിനു മുമ്പ് പ്രതികരണത്തിലേക്ക്. അയാൾ കൈ പൂറ്റി എന്തിനാ തല്ലിനെന്ന് ചോദിച്ചായിരുന്നു. എന്ത് തള്ളി പറഞ്ഞ് ആയിക്കോട്ടെ തല്ലി പൊയ്ക്കോ പറഞ്ഞു ഉച്ചക്കാണ്ട് അത് പൊയ്ക്കോരെ. എന്തിനാ തല്ലിയത്? തല്ലി വെറുതെ തല്ലിയതാ. കേസ് കൊടുക്കാം. പച്ചക്ക് ബെഡ് വേണം. കേസ് കൊടുക്കാം. കേസ് കൊടുക്കണം അല്ലേ? കോച്ചുമാർ കണ്ട് പഠിക്കും. കോച്ചുമാർ കണ്ട് പഠിക്കും. കോച്ചുമാർ കണ്ട് പഠിക്കും. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് സംഭവിച്ചത്? ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ജിബിൻ ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹത്തിന് സാധാരണ ആളുകളെ പോലെ അല്ല അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അതിലാണ് അദ്ദേഹം പോകുന്നത്. 24 വയസ്സുണ്ടെങ്കിലും 4ാം ക്ലാസ്സിലെ സ്പെഷ്യൽ സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് അയാൾ പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ ചാർജ് കുറവാണെന്ന് കണ്ട് ജിബിൻ എവിടെയെങ്കിലും ഇത് ചാർജ് ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ആളുകൾ പറഞ്ഞതനുസരിച്ച് അടുത്തുള്ള ഒരു വീട്ടിൽ ഇയാൾ ചാർജ് ചെയ്യാൻ അനുവാദം ചോദിച്ചു. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ ജിബിനോട് പോകാൻ പറഞ്ഞു. പക്ഷേ ജിബിൻ അവിടെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജിബിനെ
ആ വീട്ടിലെ ആളുകൾ കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.